ഹലോ എവരിവൺ, ഞങ്ങളിന്നൊരു യാത്ര പോവാണ്. എങ്ങോട്ടാണെന്നല്ലേ? കലയും കഥയും തേടിയുള്ള ഒരു യാത്ര. കലാമണ്ഡലത്തിലേക്ക്, അതുപോലെ തന്നെ വരിക്കശ്ശേരി മന, തെസറാക്ക്, പാലക്കാട് കോട്ട. ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങളും വരുന്നു. നമ്മളിപ്പോ കേരള കലാമണ്ഡലത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, വള്ളത്തോളിന്റെ നേതൃത്വത്തിൽ കലകളുടെ സംരക്ഷണത്തിനായി ചെറുതുരുത്തിയിൽ സ്ഥാപിച്ച 1930 മുകുന്ദരാജയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച കേരള കലാമണ്ഡലത്തിൽ വിവിധ കളരികളുണ്ട്. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് എന്താണ് കളരികൾ എന്നും എന്തെല്ലാം കലാപഠനങ്ങൾ ഇവിടെ നടക്കുന്നെന്നും ഞങ്ങളുടെ കാഴ്ചകളിലൂടെ കാണിച്ചു തരാം. ഉണ്ടാവണമല്ലോ.
കാലം കാത്തുവെച്ച ഒരുപാട് സമ്പത്തുകൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അതിലൊന്നാണ് മലയാളികളുടെ മനസ്സുകളിൽ ഇടം പിടിച്ചു നിൽക്കുന്ന വരക്കശ്ശേരി മന. മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു മനയാണിത്. ഏറ്റവും മനോഹരമായിട്ട് പൈതൃകത്തിന്റെ സമ്പത്ത് അതിഭംഗിയോടുകൂടിയിട്ട് കേരളക്കരയിൽ നമുക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ ഈ ദൃശ്യങ്ങളിലൂടെ കാണാവുന്നതാണ്. ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെതിരെയും കരിപ്പലകൾ കാറ്റിലൂടെ ഉലയുന്നു എന്ന വാക്കിലൂടെ തന്നെ മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ച് ഖസാക്കിന്റെ ഇതിഹാസം. അള്ളാ പിച്ചമുല്ലാക്കയും രേഡിയും അപ്പുക്കിളിയും കേരളീയ മനസ്സുകളിലെയും വായനക്കാരുടെ മനസ്സുകളിൽ ഇടം പിടിച്ച് ഖസാക്കിന്റെ ഇതിഹാസം. OV വിജയൻ നേതൃത്വ ഖസാക്കിന്റെ ഇതിഹാസം ഇവിടെ നിന്നാണ് ജനിച്ചത്. വായനക്കാരുടെ മനസ്സിൽ പതിഞ്ഞ ഖസാക്ക് ഇതാ ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ വായനക്കാർക്കും എന്താണ് രീതി, എന്താണ് അപ്പത്തിൽ ഭാവനയിൽ വിരിഞ്ഞ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, സാഹചര്യങ്ങൾ ഖസാക്കിൽ ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ഫോർട്ട് കേരളത്തിലെ ചരിത്ര പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായി പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാലക്കാട് കോട്ട ചരിത്രത്തിൽ മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടു എന്ന് പ്രതിപാദിക്കുന്ന, പിൽക്കാലത്ത് ടിപ്പു സുൽത്താൻ കൈമാറിയെന്ന് അറിയപ്പെടുന്ന ചരിത്രത്തിന്റെ ഭാഗമായി പ്രതിരോധത്തിന്റെയും സഹനശക്തിയുടെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നത് പാലക്കാടിന്റെ ഹൃദയഭാഗത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്.
മനോഹരമായ കാറ്റ് ഒരിടം. അതാണ് പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട. സാംസ്കാരിക പൈതൃകം ഏറെയേറുന്ന വളരെ മനോഹരമായ ഈ ഒരിടത്തിന് കേരള ചരിത്രത്തിന്റെ വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പങ്ക് തന്നെ ജില്ലയിലുണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ യാത്രയാവുകയാണ്. അറിവും അനുഭവങ്ങളും ഒരുപോലെ സമ്മാനിച്ചൊരു യാത്ര, മധുരമൂറുന്ന ഓർമ്മകൾ സമ്മാനിച്ചൊരു യാത്ര, അതിനേക്കാൾ ഉപരി ആവിഷ്കാരം മുഴുവൻ ഓർത്തിരിക്കാനുള്ള നല്ലൊരു ഏടായി മാറിയൊരു യാത്ര. അതാണ് ഞങ്ങളുടെ കലയും കഥയും തേടിയുള്ള ഈ പഠനയാത്ര. മനോഹരമായ നിമിഷങ്ങൾക്കൊടുവിൽ ഇന്ന് ഞങ്ങളുടെ യാത്രയോടെ അവസാനിക്കുകയാണ്. പഠനയാത്രയ്ക്ക് വരണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ ഇന്നലെ രാത്രി വരെ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. രാവിലെ എണീറ്റിട്ടാണ് എന്തായാലും വരാന്നൊരു തീരുമാനം എടുത്തിട്ടാണ് പുറത്തുകളിയായിട്ട് വരണോ വരണ്ടോ സംശയത്തിൽ നിൽക്കായിരുന്നു. വന്നപ്പോ എന്താ പറയാ, ശരിക്കും ഇഷ്ടായി. കേരള കലാമണ്ഡലം തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ കാണാതെ പഠിച്ച് ശീലമായ ആളാണ്. അതിലേറെ നല്ലത് ഇങ്ങനെ ഇനി മറക്കൂല. നമുക്കിത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഒരു കാര്യം അനുഭവങ്ങളിലൂടെ പഠിക്കുമ്പോൾ നമ്മളത് ഒരിക്കൂല. അതുപോലെ സിനിമകളിലൂടെ മാത്രം കണ്ട് പരിചയമുള്ള വടക്കശ്ശേരിമല നേരിട്ട് കാണാൻ സാധിച്ചത് ശരിക്കും ഇഷ്ടായി. പിന്നെ ഖസാക്കിന്റെ ഇതിഹാസം രചിക്കപ്പെട്ട ഖസാക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതും എന്നിൽ പുതിയ അനുഭവങ്ങൾ സൃഷ്ടിച്ചു. അതുപോലെ പാലക്കാട് കോട്ട, ഇങ്ങനെയൊരു കോട്ടയൊക്കെ ഹിസ്റ്ററി കഴിഞ്ഞ എനിക്ക് അറിയില്ല, ഇങ്ങനെ ഒരു കോട്ട ഉണ്ട് എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതൊക്കെ നേരിട്ട് അനുഭവങ്ങളിലൂടെ പഠിച്ചപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഫസ്റ്റിൽ നിന്ന് ഇതുവരെ നമ്മൾ പോയത് ചരിത്ര യാത്രകളാണെങ്കിൽ, പക്ഷെ ഇന്ന് നമ്മൾ അനുഭവിച്ചത് ഒരു സാഹിത്യ യാത്രയായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസം പുസ്തകത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച പോലെയുള്ള ഒരു അനുഭവമായിരുന്നു ഇന്ന് ലഭിച്ചത്. ഇന്നത്തെ യാത്ര വളരെയധികം മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് ബസ് യാത്ര ഞാൻ നല്ല അനുഭവിച്ചറിഞ്ഞു. പിന്നെ ഓരോ ലൊക്കേഷൻ ആവട്ടെ അതിമനോഹരമായിരുന്നു. ഞങ്ങളുടെ DLA ജീവിതത്തിന്റെ മനോഹരമായ നിമിഷങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ do follow, share, subscribe and please share your valuable opinion on comment below.